എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിലെ ബോഡിയിലെ ടാൻ റിമൂവ് ആവണില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ 3 ടിപ്പ് പറഞ്ഞുതരാം. ഇതെന്തായാലും നിങ്ങൾക്ക് വർക്ക് ചെയ്യും കേട്ടോ. ഫസ്റ്റ് വൺ, നല്ലൊരു AHA പീൽ മേടിക്കാം. ഞാനിവിടെ ഈ ഒരു ഓർഡിനറിയുടെ ഈ ഒരു AHA പീലാണ് കേട്ടോ. ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ ഇത് നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ബോഡിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ടാൻ ആവുമ്പോണ്ടല്ലോ അപ്പോൾ തന്നെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ അന്ന് തന്നെയല്ല, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾ എത്ര ടാൻ റിമൂവൽ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ടാൻ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇടാൻ ഇഷ്ടപ്പെടുന്ന എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഈ ഒരു വിഷ് കെയറിന്റെ ഈ ഒരു നിയാസിനമൈഡ് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യണേ. ഇതിന്റെ ടെക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ വെച്ചാൽ ഇതൊരു ഫ്ലൂയിഡി ടെക്സ്ചർ ആയതുകൊണ്ട് എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നിന് എനിക്ക് നല്ല സൂട്ടബിൾ ആണ്. ഞാൻ സാധാരണ ഉള്ള റിച്ച് ആയിട്ടുള്ള അങ്ങനത്തെ ടെക്സ്ചറിലുള്ളത് എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ എൻ്റെ പോൾസ് ക്ലോക്ക് ആവും, എനിക്ക് പിമ്പിൾസ് വരും. നമ്മൾ ഇടുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടെക്സ്ചർ നന്നായിട്ടുള്ള പോലത്തെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. ഇനി മൂന്നാമത്തെ ടിപ്പ്, നിങ്ങൾ എത്ര സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു സൺസ്ക്രീൻ നമ്മൾ 100% നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു കുടയോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോഡി കവർ ചെയ്യും. ഇപ്പൊ കുടകൾ UV പ്രൊട്ടക്ഷൻ ഉള്ള കുടകളുണ്ട്. അങ്ങനെ നമ്മളുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 95 to 99% നിങ്ങളുടെ സ്കിന്ന് ടാൻ കുറയും.